ഓണാവധി ആഘോഷമാക്കാൻ നാട്ടിലേക്ക് പോകുമ്പോൾ വിമാന കമ്പനികൾ ആഭ്യന്തര വിമാനങ്ങളിൽ മദ്യം കൊണ്ടുപോകാൻ അനുവദിക്കാറുണ്ട്. എങ്കിലും അതിൽ പാലിക്കേണ്ട ചില നിയമങ്ങളുണ്ട്. 5 ലിറ്റർ മദ്യം വരെ ഒരു യാത്രക്കാരന് ആഭ്യന്തര വിമാനങ്ങളിൽ കൊണ്ടുപോകാവുന്നതാണ്. എന്നാൽ നിർദ്ദേശിക്കപ്പെട്ട രീതിയിലുള്ള ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോളായിരിക്കണം. ഒപ്പം പാക്കേജിംഗ് നിയമങ്ങളും പാലിക്കണം. എന്നാൽ വന്നിറങ്ങുന്ന സംസ്ഥാനങ്ങളിലെ അബ്കാരി ആക്ട് പ്രകാരമായിരിക്കും മദ്യവുമായി സഞ്ചരിക്കേണ്ടത്. കേരളത്തിൽ ഒരാൾക്ക് നിയമവശമായി കൈവശം വയ്ക്കാവുന്ന മദ്യത്തിൻ്റെ അളവ് 3 ലിറ്റർ മാത്രമാണ്. 24% മുതൽ 70% വരെ ആൽക്കഹോൾ അടങ്ങിയ മദ്യം ആഭ്യന്തര വിമാനങ്ങളിൽ കൊണ്ടുപോകാം. മദ്യം അതിൻ്റെ യഥാർത്ഥ റീറ്റെയിൽ കുപ്പിയിൽ തന്നെയായിരിക്കണം. അത് ചെക്ക് ഇൻ ബാഗിൽ കൊണ്ടുപോകുകയും ചെയ്യണം. ആൽക്കഹോൾ ഒരിക്കലും ഹാൻഡ് ബാഗിൽ കൊണ്ടുപോകാനോ സാധാരണ ക്യാബിൻ ലഗേജിൽ കൊണ്ടുപോകാനോ ആഭ്യന്തര വിമാനങ്ങളിൽ അനുവദിക്കില്ല. ഇനി ഡ്യൂട്ടി ഫ്രീ ഔട്ട്ലെറ്റിൽ നിന്ന് കുപ്പി വാങ്ങിയാലും അത് ചെക്ക് ഇൻ ബാഗിൽ തന്നെ വയ്ക്കേണ്ടതാണ്. എന്നാൽ ചെക്ക് ഇൻ കഴിഞ്ഞ് സുരക്ഷാ പരിശോധനകൾക്ക് ശേഷമാണ് മദ്യം വാങ്ങുന്നതെങ്കിൽ 1 ലിറ്റർ വരെ ഒറിജിനൽ പാക്കേജിങ്ങോടുകൂടി ക്യാബിൻ ബാഗിൽ വയ്ക്കാൻ ചില വിമാന കമ്പനികൾ അനുമതി നൽകുന്നുണ്ട്. അതേസമയം കുടിച്ച് പകുതി തീർത്ത കുപ്പികൾ വിമാനത്തിൽ കൊണ്ടുപോകാനാകില്ല. കാരണം നിങ്ങളുടെ കൈവശമുള്ള മദ്യക്കുപ്പികൾ തുറക്കാത്തതും സീൽ ചെയ്തതും ഒറിജിനൽ പാക്കേജിങ്ങും ആയിരിക്കണം. അതുകൊണ്ട് സ്ഥലം ലാഭിക്കുന്നതിന് വേണ്ടി മദ്യം ഏതെങ്കിലും പ്ലാസ്റ്റിക് കുപ്പിയിലേക്ക് മാറ്റാൻ കഴിയില്ല. 24% താഴെ മാത്രം ആൽക്കഹോൾ കണ്ടന്റ് അടങ്ങിയിരിക്കുന്ന പാനീയങ്ങൾക്ക് നിയമം കുറച്ച് വ്യത്യസ്തമാണ്. ചെക്ക് ഇൻ ബാഗേജിൽ അളവിന് പരിധിയില്ലെങ്കിലും അധിക ബാഗേജ് നിരക്കുകൾ ബാധകമായേക്കും. അതുകൊണ്ട് വ്യത്യസ്തമായാണ് ബിയറും വൈനും പരിഗണിക്കപ്പെടുന്നത്. മദ്യത്തിലെ ആൽക്കഹോളിൻ്റെ സാന്നിധ്യം 70%-നും മുകളിലാണെങ്കിൽ അത്തരം മദ്യങ്ങൾ വിമാനത്തിൽ കൊണ്ടുപോകാൻ അനുവദിക്കില്ല. ആഭ്യന്തര വിമാനയാത്രകളിൽ ക്യാബിൻ ബാഗുകളിൽ ഡ്യൂട്ടി ഫ്രീ ആൽക്കഹോൾ കൊണ്ടുപോകാനും സാധിക്കില്ല. ആഭ്യന്തര ടെർമിനലിൽ നിന്നും വാങ്ങുന്ന മദ്യം ചെക്ക് ഇൻ ബാഗിലേക്ക് നിർബന്ധമായും മാറ്റണം. വിദേശത്തു നിന്നും മദ്യം വാങ്ങി നാട്ടിലെത്തിയതിനു ശേഷം ആഭ്യന്തര വിമാനങ്ങളിലേക്ക് മാറുകയാണെങ്കിൽ അത്തരത്തിൽ മാറുന്നതിന് മുൻപ് മദ്യം ചെക്ക് ഇൻ ബാഗിലേക്ക് മാറ്റണം. എന്നാൽ ചില എയർലൈനുകൾ ഇക്കാര്യത്തിൽ ചില ഇളവുകളും അനുവദിക്കുന്നുണ്ട്. അതേസമയം മദ്യം കൊണ്ടുവരുമ്പോൾ കുപ്പി പൊട്ടാനുള്ള സാധ്യതയും ചോരാനുള്ള സാധ്യതയും ഇല്ലാതെ വേണം പാക്ക് ചെയ്യാൻ. മദ്യക്കുപ്പി പൊട്ടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്താൽ എയർലൈനുകൾക്ക് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കണമെന്നില്ല. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.